എനിക്കൊക്കെ സമയായി. കഴിക്കാനായില്ലേ? ആ ദപ്പ തിരക്കാ, 1 മിനിറ്റ്. വേഗം കൊണ്ടുപോവാ. എന്തത്ര സമയം? നേരം വൈകില്ലേ? എന്ത് കറി എഴുത്? വായിൽ വെക്കാൻ കൊള്ളുന്ന രീതിയിൽ നിനക്ക് വല്ലതും ഉണ്ടായിക്കൂടെ? എന്ത് കറി എഴുത്? വായിൽ വെക്കാൻ കൊള്ളുന്ന രീതിയിൽ നിനക്ക് വല്ല കറി ഉണ്ടായിക്കൂടെ? എന്റെ ഷർട്ട് അവിടെ ഒന്ന് എടുത്തെന്നോട്. നിനക്കത് ഒക്കെ പറഞ്ഞിട്ട് വേണം അവർക്ക്. കൊണ്ടിരക്ക 1 മിനിറ്റ്. എന്താ നീ അവിടെ കാട്ടുന്നത്? വേഗം കൊണ്ടുപോവാ. ഈ ഷർട്ടല്ല, ചോപ്പ് ഷർട്ട് അവിടെ. നീ നിന്റെ ഇഷ്ടം തന്നെയാണ് ഞാൻ ഷർട്ട് ഇടുന്നത്. റെഡ് ഷർട്ട് എനിക്ക് ഇന്നലെ തിരുമ്പാൻ പറ്റിയില്ലക്ക. ഇന്നലെ നിറയെ പണി ഉണ്ടായിരുന്നു. എന്ത് പണിയാണ് നിനക്ക് ഇവിടെ എത്ര മലമറിക്കണ പണി? എന്നും കേൾക്കാലോ പണി പണി പണിന്ന്. എന്താ ഈ വീട്ടിനുള്ളിൽ നിനക്ക് എത്ര പണി? എന്നും കേൾക്കലാണ് പണി 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 പണി. ഈ വീട്ടിനുള്ളിൽ എന്താ അത്ര വലിയ മലമറിക്കണ പണി നീ പറഞ്ഞ? നിനക്ക് ഈ വീട്ടിൽ എന്താണ് പണി? ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കേൾക്കാത്ത ഭാര്യമാരുണ്ടാകില്ല. ഓരോ ഭാര്യമാരും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാറ്റിവെച്ചാണ് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നത്. അവർക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. അതെല്ലാം ഉള്ളിലൊതുക്കി ഒരു അടിമയെ പോലെ വീട്ടിലെ എല്ലാ പണിയും എടുത്ത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടം വേണ്ടെന്ന് വെച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ കഴിവുകേടായി കാണരുത്. മറിച്ച് അവളെ ഒന്ന് മനസ്സിലാക്കുക. ഒരു ആശ്വാസവാക്ക്, ഒരു തലോടൽ, ഒരു ചുംബനം, അതുമതി അവളുടെ ജീവിതം ഹാപ്പിയാവാൻ. നിനക്ക് വേണ്ടിയാണ് അവൾ സ്വന്തം വീടും നാടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് നിന്റെ കൂടെ വന്നിരിക്കുന്നത്. നിന്നെ മാത്രം വിശ്വസിച്ചാണ് അവൾ നിന്റെ കൂടെ ഇറങ്ങിയത്. നിന്റെ കുട്ടികളെ പെറ്റു വളർത്തി നിന്റെ വീട് സ്വന്തം വീട് പോലെ കണ്ട് നിനക്ക് 3 നേരം വെച്ച് വിളമ്പി നിന്റെ വസ്ത്രങ്ങൾ അലക്കി നിനക്ക് ഒരു കുറവും വരാതെ നോക്കുന്നുണ്ടെങ്കിൽ നീ അവളെ വേദനിപ്പിക്കരുത്. കാരണം നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് നിന്നെ മാത്രം വിശ്വസിച്ച് വന്നവളാണ് അവൾ.